നമസ്കാരം. ഞാൻ ഡോക്ടർ സുവനേഷ് ഹരിദാസ്, ഓർത്തോപെഡിക് സർജൻ, തക്തീസ് ഹോസ്പിറ്റൽ. കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ ഒരു ഓപ്പറേഷൻ ചെയ്യുകയുണ്ടായി. അതായത് സന്ധി മാറ്റിവെൽ ശസ്ത്രക്രിയ. പേഷ്യൻ്റ് സുമതി എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ഞങ്ങളടുത്ത് വരികയും നമുക്ക് ഏകദേശം ഒരു 70 മേലെ വയസ്സുള്ള ആളാണ്. കഴിഞ്ഞൊരു 3-4 വർഷങ്ങളായിട്ട് അവർക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ സ്വന്തം കാര്യത്തിന് ബാത്റൂമിൽ വരെ പോകാൻ അവർക്ക് വോക്കറിൻ്റെ സഹായം ഇല്ലാണ്ട് പറ്റൂല എന്നുള്ളൊരു സ്ഥിതിയിലായിരുന്നു. ഒരുവിധം പ്രമുഖ ഹോസ്പിറ്റലുകളിലും ജനറൽ ഹോസ്പിറ്റലിൽ അവർ പോയിട്ട് ഓപ്പറേഷനെ പറ്റി സംസാരിച്ചു. പക്ഷേങ്കിൽ അവിടെയൊക്കെ അവർക്ക് ഉള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ഒബ്സ്ട്രക്റ്റീവ് ലങ് ഡിസീസ് ഉണ്ട് കുറേ കൊല്ലങ്ങളായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഈവൻ ബാത്റൂമിലേക്ക് നടക്കുന്ന സമയത്ത് വരെ അവർക്ക് ശ്വാസം മുട്ടൽ വരും. അത് വെച്ചിട്ട് അവിടുന്ന് എവിടുന്നും ചെയ്യാൻ പറ്റൂല, റിസ്ക് ആണെന്ന് പറഞ്ഞ് അവരെ മടക്കുകയുണ്ടായത്. പക്ഷേങ്കിൽ ഇവർ ബാക്കിയുള്ള ഇതിലൊക്കെ വെച്ചിട്ട് ഇവർ ആരോഗ്യവതിയാണ്. ഈ കാലിൻ്റെ പ്രശ്നം, ഈ ശ്വാസം മുട്ടലും ഒഴികെ അവരപ്പം ഓപ്പറേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ഫുള്ളി കിടക്കയിൽ ഇരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കായി മാറും. അതിൽ മാറ്റം വരുത്തുകയാണ് ആദ്യം ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ ആവശ്യം. ഇവർ ഈ തക്തീസ് ഹോസ്പിറ്റൽ ആക്സിഡൻ്റലി വരാൻ ഇടയായതാണ്. കാരണം അവർക്ക് വേറെ എന്തോ ഒരു മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായിട്ട് ഇവിടുത്തെ ഫിസിഷ്യനായ ഡോക്ടർ നസറുദ്ദീനെ കാണാൻ വരികയും അദ്ദേഹം അവരെ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഓർത്തോ കൺസൾട്ടേഷൻ പറഞ്ഞു. അത് വഴി ഞങ്ങൾ കണ്ടപ്പോൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് സാധാരണഗതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേങ്കിൽ ഈ ലങ്സിൻ്റെ ഇതുകൊണ്ട് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതൊരു മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അത് വഴി അവർ ഓപ്പറേഷനെ പറ്റി വീണ്ടും ചിന്തിച്ചു തുടങ്ങി. ആ സമയത്ത് അവർക്കുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക പ്രശ്നമാണ് ഇതിന്. അതിന് തക്തീസ് ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റ് അതിലേക്ക് മുന്നോട്ട് വരികയും വളരെ മിതമായ നിരക്കിൽ ഈ ഓപ്പറേഷൻ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു പാക്കേജ് ആക്കിയിട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഏൽക്കുകയും ചെയ്തപ്പോൾ അവർ വില്ലിങ് ആയി. അതുവഴി അവരെല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്തു. ഇവിടെ വന്ന് അഡ്മിറ്റായതിൻ്റെ അടുത്ത ദിവസം തന്നെ ഞങ്ങൾ മുട്ടുമാറ്റിവെക്കൽ ഓപ്പറേഷനിലേക്ക് പ്രൊസീഡ് ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിചാരിച്ചതിനെക്കാട്ടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. ഒരു 1 മണിക്കൂറും 15 മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം തീർക്കാൻ പറ്റി. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ അവരെ വോക്കറിൻ്റെ സഹായത്തോടുകൂടി മുഴുവൻ ചവിട്ടി നടക്കാൻ പറ്റുകയും ചെയ്തു. ഓപ്പറേഷൻ്റെ അവിടുന്ന് 5ാമത്തെ ദിവസം വരെ വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇത് പറഞ്ഞാൽ അമ്മ ഈ സുമതി എന്ന് പറഞ്ഞ പേഷ്യൻ്റ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ഇതാണ്. ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് നടക്കുന്ന വീഡിയോ ആണ്. ഇവർക്കിപ്പോൾ വോക്കറിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ കാണുന്നത് ലെഫ്റ്റ് കാലാണ് കൂടുതൽ വളഞ്ഞ് കാണുന്നത്. അമ്മേൻ്റെ റൈറ്റ് കാല് ഇതിലും മോശമായിരുന്നു. അതുകൊണ്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി റൈറ്റ് കാലിന് കൊടുത്തത്. ഇപ്പം ഈ ഒറ്റ കാല് നേരെയായപ്പം തന്നെ നമുക്ക് സുഖമായിട്ട് വോക്കറില്ലാണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അവരെ ശ്വാസം മുട്ടലിന് അത് അവരെ ലൈഫ് ലോങ് ഉണ്ടാവുന്നൊരു കാര്യമാണ്. പക്ഷെ എന്നാലും അവർ വളരെ ഹാപ്പിയാണ്. ഇപ്പം ഈ 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളത് പറഞ്ഞാൽ ഇപ്പോഴും സ്റ്റിച്ച് എടുത്തിട്ടില്ല. ഇപ്പം ഈ ഇടുന്ന വീഡിയോ ഇടുമ്പോൾ ഉള്ള പിക്ചറല്ല ഇപ്പം അമ്മേൻ്റെത്. അമ്മ ഇപ്പം 5 ആഴ്ചയായി. അവർ സ്റ്റിച്ച് എടുത്തു, ഒരു കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ പ്രായമായ ആൾക്കാർക്ക് ഇടുപ്പെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ശസ്ത്രക്രിയകൾ ചെയ്യുന്നുണ്ട്. 70, 80, 90 വയസ്സുള്ളവർക്ക് വരെ ചെയ്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് മുഴുവൻ വെയിറ്റും കൊടുത്ത് നടക്കാൻ പറ്റുന്ന സംവിധാനവും ബാക്കി എല്ലാ ഓർത്തോപെഡിക് ശസ്ത്രക്രിയകളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതിന് എല്ലാ ഡോക്ടേഴ്സും ഇവിടെ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഓപ്പറേഷൻ എന്നെ സഹായിക്കാൻ ഡോക്ടർ നസറുദ്ദീൻ, ഡോക്ടർ രാജേന്ദ്രൻ നായർ, ഡോക്ടർ മുഹമ്മദ് ഷാൻ, അടുത്ത ഓർത്തോപെഡിക് സർജൻ, അതുകൂടാണ്ട് ഇവിടുത്തെ ഓപ്പറേഷൻ തിയേറ്റർ സിസ്റ്റേഴ്സും ബാക്കി എല്ലാ സ്റ്റാഫും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ഒരു ടീം വർക്കായി പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇത് സക്സസ് ആയത്. താങ്ക് യു.